കയ്യൂരുള്ളൊരു സമരസഖാവിന് വിയ്യൂരെന്നൊരു ഭയമില്ല. വയലാറുള്ളൊരു വിപ്ലവമൊട്ടിനെ വയ്യാവേലികളരിയില്ല. ഞാൻ അറബിക്കഥ ചെയ്യുന്ന സമയത്ത് ലാൽ ജോസാണ് എന്നോട് പറഞ്ഞത് 2 പാട്ട് ചെയ്യണം. അത് VS അദ്ദേഹത്തിൻ്റെ മകൻ അരുൺ, അദ്ദേഹം ഇനീഷ്യേറ്റീവ് എടുത്തിട്ടൊരു കുറച്ച് വിപ്ലവ ഗാനങ്ങൾ കാസറ്റ് CD ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിൽ 2 പാട്ട് നീ ഒന്ന് ചെയ്യണം. വേറെ 2 അർജുന മാഷ് ചെയ്യുന്നുണ്ട്, മോഹൻ സിത്താര അദ്ദേഹം ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറേ പേര് ചെയ്യുന്നുണ്ട്, നീയും ചെയ്യാം. അപ്പോൾ ഞാൻ നല്ല കാര്യം, വിപ്ലവം പിന്നെ അന്ന് ചോര വീണ മണ്ണിലൊക്കെ ഇറങ്ങുന്ന സമയം, അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യിക്കണം എന്ന് ഒരു അങ്ങനെ വയലാർ ശരത്ചന്ദ്രവർമ്മ ശരത്തേട്ടനാണ് 2 പാട്ടുകൾ എഴുതുന്നത്. ഞാൻ അന്ന് പാട്ട് ചെയ്തൊരു CD ഇറങ്ങി. ഞാൻ അവിടെ തിരുവനന്തപുരത്ത് ഞങ്ങൾ VS തന്നെ അത് പ്രകാശനം ചെയ്തതൊക്കെ. അന്ന് അദ്ദേഹം ചീഫ് മിനിസ്റ്ററാണെന്ന് എൻ്റെ ഓർമ്മ. അങ്ങനെ ഇത് ചെയ്തു. അത് കഴിഞ്ഞു. അത് കുറേ കഴിഞ്ഞ് അത് വിട്ടു. അത് ഞാൻ അതിനകത്ത് 2 പാട്ടുണ്ട്. ഒന്ന് ഈ കയ്യൂര്, പിന്നെ ഒന്ന് വേറൊന്നും ആലപ്പുഴയുടെ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നൊരു പാട്ടുണ്ട്. അപ്പോൾ ലാൽ ജോസിന് മറ്റേ പാട്ടാണ് ഇഷ്ടപ്പെട്ടത്, എനിക്ക് ഈ പാട്ടാണ് ഇഷ്ടപ്പെട്ടത്. എന്തുകൊണ്ടോ ഈ വരി കൊണ്ടും അതിൻ്റെ റൈമിങ് കൊണ്ടും ഒക്കെ എനിക്കെന്തോ ഈ പാട്ട് ഇഷ്ടമാണ്. അപ്പോൾ വിഷ്വലി ചെയ്യണമെന്നൊക്കെ അന്ന് ആലോചിച്ചിരുന്നെങ്കിലും അത് നടന്നില്ല, അത് വിട്ടു, അത് പോയി. അതിന് വർഷങ്ങൾ, അന്ന് 2007 സംഭവിക്കുന്നത്. അതിന് വർഷങ്ങൾക്ക് ശേഷം മേ ബി 2011, 12, 13 ആ കാലഘട്ടത്തിൽ എന്നോട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു മ്യൂസീഷ്യൻ ബിബിൻ വന്നിട്ട് എന്നോട് ചോദിക്കും, ചേട്ടാ ഈ ഒരു പാട്ടുണ്ട് കയ്യൂര് ഉള്ളൊരു, അത് ചേട്ടനാണോ പാടിയതെന്ന് ചോദിച്ചു. ഞാനാണോ പാടിയത്? അപ്പോൾ അത് ഞാൻ തന്നെ മറന്നു കിടക്കുകയാണ്, അതിൻ്റെ ആ ട്രാക്ക് പോലും ഇല്ല, നഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് പുള്ളി വടകരയാണ്. അപ്പോൾ അവിടെ കണ്ണൂർ, കോഴിക്കോട് ഭാഗത്തൊക്കെ ഈ പാർട്ടി സ്വാധീനമുള്ള സ്ഥലങ്ങളിലൊക്കെ അത് ഭയങ്കര ഹിറ്റാണ്. ഒരു ചോരത്തിൽ ഗാനമേളയ്ക്കൊക്കെ ആൾക്കാരൊന്നും ഈ പാട്ട് പാടിക്കാതെ വിടില്ല എന്നൊക്കെ. ചോര വീണ മണ്ണിലായിരുന്നു ഒരു സമയത്ത്. പക്ഷേ ഈ പാട്ടാണ് ഇപ്പോഴത്തെ അവിടുത്തെ കയ്യൂര് പാടണമെന്നാണ്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ നോക്കുമ്പോൾ ഒരഡ്രസ്സും ഇല്ല. പാട്ടുണ്ട്, ആരാ എഴുതിയത്, മ്യൂസിക് ആരാണ് പാടിയത്, ഒന്നുമില്ല, ആരോ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാനത് അങ്ങനെ ഒരു പാട്ട് അങ്ങനെ വിലാസമില്ലാതെ പോരുതല്ലോ. ഞാനത് എനിക്കിഷ്ടപ്പെട്ട പാട്ട് വേണം. അപ്പോൾ ഞാനത് അങ്ങ് ചെയ്യുമായിരുന്നു. അപ്പോൾ VSൻ്റെ മകനാണല്ലോ അത് ചെയ്തത്. അപ്പോൾ VSനെ കുറിച്ചുള്ള പാട്ടല്ല ശരിക്കും, അത് എല്ലാം അറിയാൻ പറ്റുക. എല്ലാ സ്ഥലത്തുമുള്ള വിപ്ലവകാരികളെ അഡ്രസ്സ് ചെയ്യുന്നൊരു പാട്ടാണ്. AKG ഉണ്ട്, കയ്യൂരുണ്ട്, കണ്ണൂരുണ്ട്, വയലാറുണ്ട്, അങ്ങനെ ഒരുപാട്, കരിവള്ളൂരുണ്ട്. പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഒരു ആലോചന ആയതുകൊണ്ട് ഞാൻ ആ സമയത്ത് VS അന്ന് ചീഫ് മിനിസ്റ്ററാണോ, ഇപ്പോൾ അടുത്ത ഇലക്ഷൻ വരുവാണോ, അദ്ദേഹം അങ്ങനെ മത്സരിക്കാൻ പോവാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഓർത്താ നമുക്കൊരു പാട്ട്, എനിക്കിപ്പോൾ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇത് ഇഷ്ടമുള്ള ഒരാളുമാണ്, അങ്ങനെ ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഞാൻ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് ഷൂട്ട് ചെയ്ത് അങ്ങനെ ചെയ്തത്. അതെ, ഇപ്പോഴും നല്ല ഇതാണ്. പല സ്ഥലത്തും ചെന്നാലും അത് പാടിക്കാറൊക്കെ ഉണ്ട്. ഇപ്പോൾ കണ്ണൂർ ഒരു പ്രോഗ്രാം മ്യൂസിക് നൈറ്റിന് പോയപ്പോൾ അവിടെ ഇവരത് പാടിച്ചു. 2 വരി പാടിയപ്പോൾ തന്നെ അവർ ഇത് ചെയ്തു. മാത്രമല്ല അത് ഈ വിപ്ലവം എന്നൊക്കെ പറയുന്നത് ഇതൊരു കേവലം ഒരു പാർട്ടി എന്നൊക്കെ പറയുമെങ്കിൽ പോലും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തത്വശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ പോലും ഇതിനൊരു പ്രത്യേക ഒരു വൈബുണ്ട് ആ ഒരു ആശയത്തിന്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പാട്ട് ഇറങ്ങിയതിന് ആ സമയത്ത് ഒരു കോൺഗ്രസ് അനുഭാവിയായ ഒരു പത്രപ്രവർത്തകൻ എന്നോട് പറഞ്ഞു, ഞാൻ ഇത്തവണ ഇടതിന് വോട്ട് ചെയ്താലോ എന്ന് ആലോചിക്കും ഈ പാട്ട് എങ്ങനെ പറയുന്നൊരു ആളെ ഒന്ന് പരിചയപ്പെട്ടു. കൃത്യമായിട്ടൊരു രാഷ്ട്രീയവും ഒരു സാമൂഹിക കാഴ്ചപ്പാടും ഒക്കെ ഉള്ള ഒരു ഡയറക്ടറായിട്ട് തോന്നാറുണ്ട്. രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ സാമൂഹിക കാഴ്ചപ്പാട് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. രാഷ്ട്രീയം അതിന് കൃത്യമായൊരു ഐഡിയൽ പൊളിറ്റിക്സോ ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇന്ത്യയിൽ. അത് ഏറെക്കുറെ ചേർന്ന് നിൽക്കുന്ന, പക്ഷെ അപ്പോഴും അവിടെയും പ്രശ്നങ്ങൾ ഇല്ലാതില്ല. മനുഷ്യത്വം എന്ന് പറയുന്നൊരു കാര്യമാണുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്.
മനുഷ്യത്വത്തിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഈ സാർവലൗകികത എന്ന് പറയുന്നത്, അത് ഒക്കെ നമുക്ക് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ തമ്മിൽ ഭേദമുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നു. പ്രത്യേകിച്ച് മനുഷ്യനെ അവരുടെ വിലാസം കൊണ്ടോ തല കൊണ്ടോ വാലുകൊണ്ടോ കാണാൻ ശീലിക്കാത്ത, അല്ലെങ്കിൽ കാണരുതെന്ന് പറയുന്ന എന്താശയമുണ്ടോ അത് പ്രത്യക്ഷത്തിൽ അത് വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഭേദം അതാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതിലും ഭേദമുള്ളൊരു ഇത് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനായിരിക്കും ചെയ്യാൻ പറ്റും. ബിജുപാലിന് ഏറ്റവും ഇഷ്ടമുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ആരാണ്? ഏറ്റവും കൂടുതൽ കേൾക്കാറുള്ള? അങ്ങനെ മ്യൂസിക് കമ്പോസേഴ്സിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ അങ്ങനെയല്ല. ഞാൻ എൻ്റെ സെലക്ഷൻ പാട്ടുകൾ ആണ് കേൾക്കുക. പാട്ടുകൾ ആര് ചെയ്തു എന്നാണ് അന്വേഷിക്കുക. അല്ലാതെ ഇയാൾ ചെയ്ത പാട്ട് ഏത് എന്ന് അന്വേഷിക്കാറില്ല പൊതുവെ, പ്രത്യേകിച്ച് കുറേ നാളായിട്ടെങ്കിലും. കാരണം ഒരാളെ തന്നെ ഫോളോ ചെയ്താൽ അവർ ചെയ്യുന്ന എല്ലാം നമ്മൾ ഇഷ്ടപ്പെടേണ്ടി വരും. അതിലും അത് പാട്ടുകൾ ഇഷ്ടപ്പെട്ടാൽ മതി. ആ പാട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഉണ്ടായിട്ടുള്ള അവസ്ഥ, അതിൻ്റെ വരികൾ, അതിൻ്റെ ഇൻ്റലിജൻസ്, ആ ചെയ്തതിൻ്റെ ആർട്ടിക്കുലേഷൻ, എങ്ങനെയായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക എന്ന് പറയുന്ന ആലോചന, അതിൽ നിന്ന് ആ പ്രതിഭയിലേക്ക് എത്തുക എന്ന് പറയുന്നൊരു ഇതാണ്. ചിലപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ശ്യാമമേഘമേ നീയൻ പ്രേമ ദൂതുമായി ദൂരെ പോയി വരൂ എന്നുള്ള പാട്ട് എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഒരുപാട് ഇഷ്ടമുള്ള, റിപ്പിറ്റേറ്റീവായിട്ട് കേൾക്കുന്നൊരു പാട്ടാണ്. സലിൽ ചൗധരിയാണ് ചെയ്തത്, ONV ആണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ സലിൽ ചൗധരി എന്നാൽ പിന്നെ സലിൽ ചൗധരിയുടെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിക്കില്ല. അത് അദ്ദേഹമല്ലാത്ത ചന്ദ്രബിംബം നെഞ്ചിലെ ഏറ്റവും പുള്ളിമാനെ എന്നുള്ള പാട്ടോ, അല്ലെങ്കിൽ അത് ആ പാട്ട് എന്താണ് നമുക്ക് തരുന്നതെന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് താമരക്കുമ്പിളല്ലോ മമ ഹൃദയം, P. ഭാസ്കരൻ മാഷ് എഴുതിയ പാട്ട്, അത് ഞാൻ പണ്ട് എനിക്ക് അത്ര ഇഷ്ടമല്ലാത്ത പാട്ടാണ്. പക്ഷെ ഞാൻ പിന്നീട് അതിൻ്റെ കവിതയിലേക്ക് പോയപ്പോഴും മറ്റേ കാനനശലഭത്തിൽ കണ്ഠത്തിൽ വാസന്തകാകളി നിറച്ചവൻ നീയല്ലോ എന്നുള്ള വരിയൊക്കെ അത്ഭുതകരമായിട്ടുള്ളൊരു പാട്ടായിട്ട്. പിന്നെ അത് ആലോചിച്ച് വന്നപ്പോഴേക്കും ആരും കണ്ടെത്തിയിട്ടുണ്ടോയെന്ന് അറിയില്ല, ശരിയാണോ എന്നറിയില്ല. ബട്ട് ഞാൻ ഈ ടാഗോറിൻ്റെ ഗീതാഞ്ജലി വരെയും ആ പാട്ട് എത്തുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഗീതാഞ്ജലിയുടെ കോൺസെപ്റ്റാണ് ശരിക്കും ഈ ഒരു 4 മിനിറ്റ് പാട്ടിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കേട്ടാൽ അറിയാൻ പറ്റും. ഇദ്ദേഹം അർപ്പിച്ചിട്ടുള്ള ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡാണല്ലോ ഗീതാഞ്ജലി. അതേപോലെയാണ് ഈ പാട്ട്. താതാ നിൻ സംഗീത മധുപകരു എന്ന് പറയുന്ന, കാനന ശലഭത്തിൻ കണ്ഠത്തിൽ വാസന്തകാകളി നിറച്ചവൻ നീയല്ലോ, ഇത് ഒരു എക്സ്റ്റാറ്റിക് ആയിട്ടുള്ള എന്തോ ഒരു എനർജിയാണ് ഇതെല്ലാം തിലുവെന്ന് അത് തന്നെയാണ്. അദ്ദേഹം ഗീതാഞ്ജലി തർജ്ജമ ചെയ്തിട്ടുള്ള ആളുമാണ് P. ഭാസ്കരൻ മാഷ്. അങ്ങനെ ആലോചിച്ചു ഞാൻ. അപ്പോൾ അങ്ങനെ ഇത് റിപ്പീറ്റേറ്റീവായിട്ട് കേൾക്കാൻ തുടങ്ങി. പിന്നെ അതിൻ്റെ മ്യൂസിക്കിലേക്ക് പോയി, എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളതെന്ന് അന്വേഷിച്ചു. അത് പിന്നെ ആ കോൺസെപ്ച്വലി ആ പാട്ടിനെ ഇഷ്ടപ്പെടേണ്ട അവസ്ഥ വരെയാണ് ചെയ്യുന്നത്. എൻ്റെ ആസ്വാദകൻ പ്രത്യക്ഷത്തിൽ ഒരു പ്രാവശ്യം കേട്ടാൽ ഇഷ്ടപ്പെട്ടേക്കാവുന്ന പാട്ടായിരിക്കില്ല അത്. ബട്ട് അത് പിന്നെ അത് വല്ലാതെ ഉള്ളിൽ വളർന്നു. അപ്പം അങ്ങനെ ചില ഘടകങ്ങൾ നമ്മളെ വല്ലാതെ അതിൽപ്പെടുത്തും. അപ്പോൾ മ്യൂസിക് കമ്പോസേഴ്സ് ചെയ്യുന്ന പാട്ടുകൾ എന്നുള്ളതിന് അപ്പുറത്ത് പാട്ടുകൾ ചെയ്യുന്ന കമ്പോസേഴ്സ് എന്നാണ് അന്വേഷിക്കാറുള്ളത്. എന്നാലും ചില മ്യൂസിക് കമ്പോസേഴ്സിൻ്റെ സലിൽ ചൗധരി ആണെങ്കിലും ദേവരാജൻ മാഷാണെങ്കിലും ദക്ഷിണാമൂർത്തി രാഘവൻ മാഷ്, എല്ലാവരും അതിന് നമ്മളെ ഇംപ്രിൻറ്റ് ചെയ്തിട്ടുള്ള, നമ്മുടെ ഉള്ളിൽ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ശരത്തേട്ടൻ എൻ്റെയൊക്കെ പാട്ട് അദ്ദേഹം ചെയ്ത ആ സമയത്ത്, ക്ഷണക്കത്ത്, ആ സമയത്തൊക്കെ ഒരു ഹാർഡ് കോർ ഫാനായിരുന്നു അദ്ദേഹത്തിൻ്റെ. ശ്യാം, KJ ജോയ്, അങ്ങനെ കുറേ മ്യൂസിക് കമ്പോസേഴ്സ് ഉണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള. പിന്നെ പുറത്താണെങ്കിലും MSV മുതൽ ഇളയരാജ അങ്ങനെ വരുന്ന, ഹിന്ദിയിലും എത്രയോ മ്യൂസിക് കമ്പോസർ, മദൻ മോഹൻ, RD. ഇപ്പോൾ അറബിക് കഥയിൽ നിന്ന് പത്തേമാരിയിലേക്ക് വരുമ്പോൾ രണ്ടും പ്രവാസ ജീവിതം പറയുന്ന സിനിമയാണ്. സ്റ്റോറി ലൈൻ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ പക്ഷെ അറബിക് കഥയിൽ തിരികെ ഭയങ്കര ഹിറ്റുമായിട്ടുണ്ട്. അപ്പോൾ പത്തേമാരി ഒരു ചലഞ്ചായിരുന്നു അങ്ങനെ ഒരു
പ്രവാസ ജീവിതം പറയുന്നു അല്ല, എന്നുള്ള ഈ അറബിക്കഥയെ കുറിച്ച് ആലോചിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ പത്തേമാരി അങ്ങനെ, കാരണം ഈ സലീം അഹമ്മദ് അദ്ദേഹമാണ് അത് ഡയറക്റ്റ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഒരു എനിക്ക് വല്ലാതെ ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത് വെച്ചാൽ ഈ അദ്ദേഹം കഥ പറഞ്ഞു തരും. ഈ സിനിമ കഥ പറഞ്ഞു തരുമ്പോൾ ഇത്ര അധികം ഞാൻ ഈ മൂഡായിട്ടുള്ള ഒരു കഥ പറച്ചിൽ ഞാൻ കേട്ടിട്ടേ ഇല്ല. ഞാൻ സത്യം പറഞ്ഞ പത്തേമാരിയല്ല, ടു ബി ഫ്രാങ്ക്, അതിന് ശേഷം ഒരു പടം അദ്ദേഹം ചെയ്തു. ഞാൻ മറ്റേ ഓസ്കാർ ആൻഡ് ദി ഓസ്കാർ ഗോസ്റ്റ്, ഓസ്കാർ ഗോസ്റ്റ് എന്ന് പറയുന്ന സിനിമ ചെയ്തപ്പോൾ ഈ കഥ പറയുമ്പോൾ ഞാൻ സത്യം പറഞ്ഞ ഒരു സമയത്ത് ഞാൻ പൊട്ടിക്കരഞ്ഞു. ഈ കേട്ടോണ്ടിരിക്കുക, ഒരു കഥ കേട്ടിട്ട് കരയുന്നത് ഞാൻ ചിന്തിച്ചിട്ട് പോലില്ല, അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടാവുന്നു. ഞാൻ കരഞ്ഞു, കുറേ നേരം ഇരുന്ന് കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പുള്ളി ബ്രേക്ക് എടുത്തു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടൊക്കെയാണ് പിന്നെ കഥ തുടങ്ങുന്നത്. അങ്ങനെ പറയുന്ന ഒരാളാണ്. പത്തേമാരി പറയുമ്പോൾ തന്നെ അത് ആ സിനിമ എക്സ്ക്ലൂസീവ്ലി നമ്മളതിൽ പെട്ടു. പിന്നെ അറബിക്കഥയിലേക്ക് പോകില്ല നമ്മൾ. അങ്ങനത്തെ ഒരു കഥ പറച്ചിലാണ്. സോ വി ആർ ലോക്ക്ഡ് ഇൻ ദറ്റ് പത്തേമാരി. പിന്നെ റഫീഖേട്ടനാണ് അന്ന് പനച്ചൂരാനാണ് പാട്ട് എഴുതിയത്. റഫീഖേട്ടൻ എഴുതുമ്പോൾ വേറൊരു പരിപാടിയാണ്. പുള്ളി ഈ പറഞ്ഞ പോലെ തിരികെ ഞാൻ വരുമെന്ന്, അത് വളരെ ഡയറക്റ്റാണ് പെട്ടെന്ന്. പക്ഷേ ഈ അരളി പൂക്കും കാവിലേതോ കുരുതി തീരുമ്പോൾ എന്ന് പുള്ളി പടിയിറങ്ങുന്നു എന്നുള്ളൊരു പാട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ആദ്യമൊന്നും ഞാൻ അന്വേഷിച്ചിട്ടുമില്ല. ഏതോ ഏലക്കത്തെ കാവിൽ കുരുതി തീരുമ്പോഴാണെന്ന് ഞാൻ ഓർത്തത്. പക്ഷേ അരളി പൂക്കുന്ന കാവെന്ന് പറയുന്ന ആ ഹൊറൈസണാണ്. അവിടെ ഏതോ കുരുതി തീരുമെന്ന് പറയുമ്പോൾ ചോരക്കളമായിരിക്കണം അവിടെ. സെറ്റിങ്സ് അന്നാണ് ഈ പറയുന്നത്. അത് പിന്നെ ആലോചിച്ചപ്പോഴാണ് കിട്ടിയത്. അങ്ങനെയൊക്കെ പുള്ളി എഴുതുന്നത്. ഒരു വീട് വിട്ടു പോകുന്ന ആൾക്ക് ഈ സൺസെറ്റ് കണ്ട പിന്നെ എന്താ തോന്നുക? അതല്ലാതെ അങ്ങനെയാണ് തോന്നുന്നത്. ചിലർ ഭയങ്കര വേറൊരു തരത്തിലാണല്ലോ സൺസെറ്റിനെ കാണുന്നത്. ഇത് അരളി പൂക്കുന്ന കാവിൽ ഒരു കുരുതി തീരുകയാണെന്ന് പറയുമ്പോൾ അത് അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ പാട്ട് എഴുതുന്നത്. അപ്പോൾ അതിലാണ് നമ്മൾ പെടുന്നത്. പാട്ടും ഈ മ്യൂസിക്കും ഇത്ര ഇമോഷണൽ ആയിട്ട് ടച്ച് ചെയ്യുമ്പോൾ ജീവിതം അത്ര ഡ്രമാറ്റിക് ആണ്. ജീവിതത്തിൽ ഡ്രാമകൾ എനിക്കിഷ്ടമാണ്. പക്ഷേ ഞാൻ പൊതുവേ അത് വളരെ സട്ടിലായിട്ട് കാണുന്ന ഒരാളാണ്. ഒന്നിലും ഞാൻ ഡ്രാമ കൊണ്ടുവരാറില്ല. അത് എക്സൈറ്റ്മെൻ്റ് ആണെങ്കിലും ഭയങ്കര സന്തോഷിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കും. അത് പ്രഷർ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ബട്ട് അതൊരു ഹാബിറ്റാക്കുക എന്ന് പറയുന്നൊരു രീതിയുണ്ട്. പ്രത്യേകിച്ച് സന്തോഷങ്ങൾ, ഒരുപാട് സന്തോഷങ്ങളിൽ ഞാൻ വീഴാറില്ല. ഒരുപാട് ഡ്രാമാറ്റിക് പരിപാടികൾ ഇപ്പോൾ നമ്മളുടെ സുഹൃത്തുക്കളാണെങ്കിലും അങ്ങനെയൊക്കെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ വേണ്ട, അത്രയും വേണ്ടെന്ന് പറയില്ല. ഇച്ചിരി വോളിയം കുറയ്ക്കാൻ പറയും. കാരണം അങ്ങനെ ഇപ്പോൾ ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ള പോലെ ഇതർ എവറിത്തിങ് ഇസ് വണ്ടർ ഓർ നത്തിങ് ഇസ് വണ്ടർ എന്നാണല്ലോ പുള്ളി പറഞ്ഞത്. എന്നിട്ട് എല്ലാം വണ്ടറാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ചുറ്റുമുള്ള എല്ലാം വണ്ടറാണ്. അതിന് നമ്മൾ ഞെട്ടാനേ നേരം ഉണ്ടാവുള്ളൂ. അല്ലേ പിന്നെ ഒന്നും വണ്ടറല്ല. ഇതിൽ ഏത് തീരുമാനിക്കണം എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അത്ഭുതമാണെന്ന് വെച്ചാൽ നമ്മളിരിക്കുന്നതൊക്കെ അടക്കം അത്ഭുതങ്ങൾ അതിൻ്റെ അല്ലേ? അതൊന്നും ആലോചിച്ചാൽ അങ്ങനെ തന്നെയാണ്. ശാസ്ത്രമായാലും വികാരങ്ങളായാലും നമ്മളിരിക്കുന്ന അഭിമുഖങ്ങളൊക്കെ അത്ഭുതം തന്നെയാണ്. എവിടെയോ ജന്മങ്ങൾക്കപ്പുറം എങ്ങോ ഒരു ചെമ്പകപ്പൂവിൻ സുഗന്ധം എന്ന് എഴുതിയ പോലെ ഇങ്ങനെയൊക്കെ കണക്ഷൻസോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ അത് മിണ്ടായിരിക്കുന്നതാണ് നല്ലത്. നല്ലത്. അതുപോലെ തന്നെ ആസ് എ മ്യൂസിക് കമ്പോസർ ബിജുമോഹൻ എപ്പോഴും തോന്നിയിട്ടുണ്ടോ ദാറ്റ് ഒരു റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ, റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുള്ളൊരു അതൊക്കെ ഉണ്ട്, ഉറപ്പായിട്ടും റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് സ്വയം പുച്ഛിച്ചിട്ടുമുണ്ട് ചെയ്യുമ്പോൾ. അല്ലാതെ എടുത്ത് ട്രാഷിലിടാറുണ്ട് ചില പാട്ടുകളൊക്കെ എല്ലാം ചെയ്യുമ്പോൾ ഭയങ്കര അഭിമാനപൂർവ്വം. പിന്നെ 2 പ്രാവശ്യം കേൾക്കുമ്പോൾ അയ്യേ എന്ന് പറഞ്ഞിട്ട് അതങ്ങ് എടുത്തങ്ങ് കളയാറുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. റിപ്പീറ്റേഷൻ ഒരു വല്ലാത്തൊരു ഇതാണ്. പ്രത്യേകിച്ച് സിനിമയിൽ ഇത് പിന്നെ നമ്മളുടെ ഈ പോപ്പുലർ ആകൽ നമ്മളുടെ ബാധ്യതയാകും തോറും ഇതിനകത്ത് ചില ഫ്രേസസ് നമ്മൾ അറിയാതെ കയറി വരും. അപ്പോൾ അത് നമുക്ക് വല്ലാത്ത കുറേ ഇടയ്ക്ക് അരോചകം ആവും. നമ്മൾ ചിലത് റിലീസായി പോയ പാട്ട് എന്തൊരു പ്രത്യേകത ഈ കാണിച്ചിട്ടുള്ളതെന്ന് തോന്നും.
സ്വതന്ത്ര സംഗീതത്തിൽ ചിലപ്പോൾ നമുക്കത് ബ്രേക്ക് ചെയ്യാൻ പറ്റും. നമുക്കിഷ്ടമുള്ള രീതിയിൽ വൈൽഡായിട്ടൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. സിനിമാ സംഗീതത്തിൽ ചെയ്യാൻ പറ്റും, അതിനുള്ള അവസരം നമുക്ക് തരണം. സംവിധായകൻ നമുക്ക് ടു എനി എക്സ്റ്റെൻറ്റ് ചെയ്തോളൂ, എന്താലോചനയും നമുക്ക് കേട്ടു നോക്കാം എന്ന് പറയുന്നിടത്ത് നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. പക്ഷേ റെഫറൻസ് തരുമ്പോൾ നല്ല കാര്യമാണെങ്കിലും നമ്മൾ എവിടെയോ ഒരു വേലി നമ്മളെ എവിടെയോ തീർത്തിട്ടുണ്ടോ എന്നൊരു സംശയം നമുക്ക് ഉണ്ടാവും.